ഫ്യൂച്ചറിൽ എയർ പൊല്യൂട്ടായി ടോക്സിക്കെയറായിട്ട് മാറുന്നതുകൊണ്ട് ഒരമ്മ തൻ്റെ മക്കളുമായിട്ട് ഫോറസ്റ്റിലെ ഗ്ലാസ് ഹൗസിലേക്ക് താമസം മാറും. ആ ടൈമിലാണ് അങ്ങോട്ടേക്ക് ഒരു സ്ട്രേഞ്ചർ വരുന്നത്. അവൻ വന്നതോടെ ഈ സിനിമയുടെ കഥ തന്നെ മാറി മറിയും. പറഞ്ഞു വരുന്നത് 2021 പുറത്തിറങ്ങിയിട്ടുള്ള മിസ്റ്ററി സയൻസ് ഫിക്ഷണൽ മൂവി ആയിട്ടുള്ള ഗ്ലാസ് ഹൗസിനെ പറ്റിയാണ്. അപ്പം വെൽക്കം ടു മൂവി ഹണ്ടർ മലയാളം. നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. മൂവി ആരംഭിക്കുമ്പോൾ ഒരു ഗ്ലാസ് ഹൗസാണ് കാണിക്കുന്നത്. അവിടേക്ക് ദൂരെ ഒരാൾ വരുമ്പോൾ അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലും. നോക്കുമ്പോഴോ 3 പെണ്ണുങ്ങളും കൊന്നവനെ അറുത്ത് ലിവറെല്ലാം എടുക്കും. അതോടൊപ്പം തന്നെ സിസ്റ്റർ അവൻ്റെ ഒരു വസ്തു എടുത്ത് ഷൂവിൻ്റെ ഉള്ളിൽ ഒളിപ്പിക്കും. അതിനുശേഷം അവനെ കുഴിച്ചിട്ടിട്ട് 3 പേരും ഉള്ളിലേക്ക് പോകും. ഇവൻ്റെ പേരാണ് ഗേബി. ഇവനൊരു മനോരോഗം സംഭവിച്ചവനാണ്. കാരണം ഇവൻ നടന്നതെല്ലാം അപ്പം മറക്കും. അതുകൊണ്ട് തന്നെ ഇവൻ അധികം വെളിയിൽ പോകാറുമില്ല. ഇവൻ ആകെ ഓർമ്മയുള്ളത് ഇവൻ്റെ ഫാമിലിയെ മാത്രമാണ്. അങ്ങനെ കുഴിച്ചിടലൊക്കെ കഴിഞ്ഞ് 3 പേരും അകത്തേക്ക് വരും. പുറത്തുള്ള എയർ അകത്തേക്ക് കയറാത്ത വിധം മൂടിയിട്ടേക്കുവാണ് അവിടം. കാരണം അവർ അത്രയും സേഫായിട്ടാണുള്ളത്. അകത്ത് വരുമ്പോൾ സിസ്റ്റർ ഹീറോയിനോട് ചോദിക്കും, നീ എന്തിനാ അവനെ ഷൂട്ട് ചെയ്തേ? ഒരുപക്ഷെ അവൻ ലൂക്കായിരുന്നെങ്കിലോ? ഇത് കേട്ട ഉടനെ തന്നെ നമ്മളെ ഹീറോയിൻ ചിരിക്കും. ആക്ച്വലി ഫ്യൂച്ചറിൽ എയർ പൊല്യൂട്ടായി ടോക്സിക്കെയറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ശ്വസിച്ചു കഴിഞ്ഞാൽ മെമ്മറി ലോസ് ആകും. എത്ര അളവിൽ ശ്വസിക്കുന്നുവോ ആ അളവിൽ തന്നെ ലോസ് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഫോറസ്റ്റിലെ ഗ്ലാസ് ഹൗസിൽ താമസിക്കുന്നത്. അതുപോലെ തന്നെ ഇവർ മാസ്ക് വെച്ച് പുറത്തു പോകുന്ന രീതിയിലുമാണ് ഉള്ളത്. വെളിയിലുള്ള ആരെങ്കിലും മെമ്മറിയോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരെ എടുത്തോണ്ട് വരാനാണ് നമ്മുടെ ഹീറോയിൻ്റെ ലവറായിട്ടുള്ള ലൂക്ക് പോയിട്ടുള്ളത്. ലൂക്കല്ലാതെ ആരെങ്കിലും ആ ഗ്ലാസ് ഹൗസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരപ്പോൾ ഷൂട്ട് ചെയ്യും. കാരണം ആ ഗ്ലാസ് ഹൗസിൽ വളർത്തുന്ന ചെടി ലിമിറ്റഡ് ഓക്സിജൻ മാത്രമേ തരികയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ലൂക്കിൻ്റെ ഫേസ് ആർക്കും ഓർമ്മയില്ല. അവൻ വന്നു കഴിഞ്ഞാൽ ഒരു ടോർച്ച് വെച്ചാണ് സിഗ്നൽ തരുന്നത്. അത് വെച്ചിട്ടാണ് ഇവർ ലൂക്കാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതും. അങ്ങനെ ഇവളാണ് നമ്മുടെ ഹീറോയിൻ്റെ ഏറ്റവും ഇളയ അനിയത്തിയായിട്ടുള്ള ഡെയ്സി. ലൂക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് കഥ പറഞ്ഞു തരുമെന്ന് ഡെയ്സി ഗേബിയോട് പറയും. അതിനുശേഷം കൊന്നവൻ്റെ ബോൺ നടുക്ക് വെച്ച് ഇവരെല്ലാം പ്രാർത്ഥിക്കും. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫാമിലി ഓർക്കാനായിട്ടാണ്. കാരണം ഇവർക്ക് ആ ഒരു മെമ്മറി തന്നെ വീക്കായിട്ടാണുള്ളത്. അത് കഴിഞ്ഞാൽ ഉടനെ കൊന്നവൻ്റെ ഒരു വസ്തു എടുത്ത് സിസ്റ്റർ മെമ്മറി ബോക്സിൽ വെക്കും. ഇവളീ മെമ്മറി ബോക്സ് വെച്ചേക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവളിത് ആരും കാണാതെ ഒളിപ്പിച്ച് വെച്ചേക്കുവാണ്. അന്ന് രാത്രി ഹീറോയിൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാസ്ക് വെച്ചുകൊണ്ട് ഒരുത്തൻ അങ്ങോട്ടേക്ക് വരും. ഇവനെ കണ്ട ഉടനെ തന്നെ ഹീറോയിൻ ഷൂട്ട് ചെയ്യാനായിട്ട് റെഡിയാകും. ആ ടൈമിലാണ് ഇവൻ മാസ്ക് ഊരിയിട്ട് നിലത്തേക്ക് വീഴുന്നത്. ഇത് കണ്ട ഉടനെ തന്നെ ഹീറോയിൻ അവനെ എടുത്തുകൊണ്ട് ഗ്ലാസ് ഹൗസിലേക്ക് വരും. ഇവനെ കണ്ട ഉടനെ സിസ്റ്റർ പറയും ഇങ്ങോട്ടേക്ക് പുതിയൊരുത്തനെ കൊണ്ടുവരാൻ പറ്റില്ലെന്ന്. ആ ടൈമിൽ നമ്മുടെ ഹീറോയിൻ പറയും നീ പോയി വേഗം അമ്മയെ വിളിക്കാൻ. അങ്ങനെ ഇവരുടെ അമ്മ ഇവിടെ വന്നിട്ട് ഇവനെ ചെക്ക് ചെയ്യാനായിട്ട് പറയും. ഇവൻ കുഴപ്പമൊന്നുമില്ല, ഇവിടെ തന്നെ ഇരുന്നോട്ടെ. നമ്മുടെ ഗ്ലാസ് ഹൗസിൽ വന്നതുകൊണ്ട് ഫ്രഷ് ആയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇവനെ കെയർ ചെയ്യേണ്ട കടമ നമ്മുടേതാണെന്ന് അമ്മ പറയും. ആ ടൈമിലാണ് ഇവൻ്റെ കാലിലേക്ക് നോക്കുമ്പോൾ വലിയൊരു മുറിവ് കാണുന്നത്. ഇത് കണ്ട ഉടനെ തന്നെ എല്ലാവരും ഞെട്ടിപ്പോകും. മുറിവ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു തരാമെന്ന് അമ്മ പറയും. അങ്ങനെ ഇവരെല്ലാം ആ മുറിവ് സ്റ്റിച്ച് ചെയ്യും. പക്ഷേ ഇവളുടെ സിസ്റ്ററിന് ഇതൊട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അന്ന് രാത്രി അമ്മ ഗേബിയെ കഥ പറഞ്ഞുറക്കും. രാവിലെ എഴുന്നേറ്റാലുടൻ ബെഡിൽ മൂത്രമൊഴിച്ചതുകൊണ്ട് ഇവൻ ആ ബെഡ് ആട്ടി സൗണ്ട് ഉണ്ടാക്കും. ഇവൻ ഓടിപ്പോകാതിരിക്കാൻ കയ്യും കാലും കെട്ടിയിട്ടിട്ടുമുണ്ടായിരുന്നു. അങ്ങനെ ഈ സൗണ്ട് കേട്ടിട്ട് സ്ട്രേഞ്ചർ എഴുന്നേക്കും. അപ്പോഴാണ് തൊട്ടടുത്ത് ഹീറോയിൻ കിടക്കുന്നത് കാണുന്നത്. ആ ടൈമിൽ സിസ്റ്റർ വന്ന് ഹീറോയിനെ വിളിച്ചുകൊണ്ട് പോയി ഗേബിയുടെ ബെഡ് ക്ലീൻ ചെയ്യും. ഈ ഒരു സീനിൽ നമുക്ക് പിടികിട്ടും സിസ്റ്ററിന് ഗേബിയോട് എന്തോ ഒരു പ്രത്യേക ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം. അതിനുശേഷം സ്ട്രേഞ്ചറിൻ്റെ കെട്ടി ചേഞ്ച് ചെയ്യും. ആ ഒരു ടൈമിലാണ് ഹീറോയിൻ ഇവൻ്റെ ഫേസിൻ്റെ അടുത്തേക്ക് പോകുന്നത്. പെട്ടെന്ന് ഇവൻ കണ്ണ് തുറന്ന ഉടനെ ഹീറോയിൻ പേടിച്ചിട്ട് കയ്യിലുള്ള കത്തി നീട്ടിയിട്ട് പറയും എന്തെങ്കിലും ചെയ്താൽ കൊന്നു കളയുന്നു. പക്ഷെ അവനൊരു അംശം പോലും പേടിക്കത്തില്ല. അവൻ ചോദിക്കും കുറച്ച് വെള്ളം തരാൻ. ആ ഒരു ടൈമിലാണ് ഇവളുടെ കഴുത്തിലെ ബി സിമ്പൽ കണ്ടിട്ട് ഇതെന്താണെന്ന് സ്ട്രേഞ്ചർ ചോദിക്കുന്നത്. അവൾ പറയും ഇത് ഞാനാണ്, എൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരമാണെന്ന്. അതിനുശേഷം കാണിക്കുന്നത് അമ്മയും സിസ്റ്ററും ഹീറോയിനും ഇരിക്കുന്ന ഒരു സീനാണ്. ഇവർ സ്ട്രേഞ്ചറിനോട് ചോദിക്കും പേരെന്താ, എവിടെ നിന്നാണ് വന്നതെന്നൊക്കെ. എനിക്കൊന്നും ഓർമ്മയില്ല, ഈസ്റ്റിൽ നിന്നാണ് വന്നതെന്ന് മാത്രമേ ഓർമ്മയുള്ളതെന്ന് സ്ട്രേഞ്ചർ പറയും. അതോടൊപ്പം തന്നെ എൻ്റെ മുറിവുണങ്ങിയാൽ ഇവിടെ നിന്ന് പോകണമെന്ന് സ്ട്രേഞ്ചർ പറയും. അമ്മ പറയും അത് ഇതുവരെ ഉണങ്ങിയിട്ടില്ല, കുറച്ച് സമയമെടുക്കും, അതുവരെ നീ ഇവിടെ വർക്ക് ചെയ്തോളാൻ. ആ ഒരു ടൈമിൽ തന്നെ ഗേബിക്കും സ്ട്രേഞ്ചർ വന്നത് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. അങ്ങനെ ഹീറോയിൻ നിന്ന് അവൻ്റെ കൂടെ കുറേ കറങ്ങി നടക്കും. ഇവളുടെ ഉള്ളിൽ ഇത് ലൂക്കാണോ എന്നൊരു ഡൗട്ടുമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡെയ്സി വന്നിട്ട് അവൾ വരച്ച പടങ്ങളെല്ലാം നമ്മുടെ സ്ട്രേഞ്ചറിനെ കാണിക്കുന്നത്.
ഈ ഒരു ടൈമിൽ നമുക്ക് പിടികിട്ടും ഡെയ്സിക്ക് ഇവനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം. അവിടുന്ന് കട്ട് ചെയ്ത സ്ട്രെയിഞ്ചറിനെ കെട്ടിയിട്ട് വർക്ക് ചെയ്യിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ആ ഒരു ടൈമിൽ ഇവൻ ഗ്ലാസ്സിൽ കൂടെ നോക്കുമ്പോൾ ഒരുത്തനെ കൊന്നിട്ട് 4 പേര് സിമ്പിളായിട്ട് നടക്കുന്ന കാണും. ഇത് കണ്ടിട്ട് ഇതെന്ത് മനുഷ്യരാണെന്നോർത്ത് അവൻ്റെ ഉള്ളിലൊരു ഭയം തോന്നും. അപ്പോഴാണ് ഹീറോയിൻ അവൻ്റെ അടുത്ത് വന്ന് കഴിക്കാനായിട്ട് ഫ്രൂട്ട്സ് എല്ലാം കൊടുക്കുന്നത്. അവൻ്റെ കൂടെ കുറേ സമയം ചിലവഴിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ കുറേ ആനിമൽസിൻ്റെ പേരും പറഞ്ഞു കൊടുക്കും. കാരണം ഇവനിതെല്ലാം മറന്നിട്ടുണ്ടെങ്കിലോ. ഇതെല്ലാം കണ്ടിട്ട് സിസ്റ്റർ ചോദിക്കുമ്പോൾ അവൻ ആരാണെന്ന് പോലും നിനക്കറിയില്ല, അവനുമായിട്ട് ഇത്ര അടുപ്പം വേണമെന്ന്. അവനുമായിട്ട് എനിക്ക് ഒരുപാട് വർഷത്തെ അടുപ്പമുണ്ടെന്ന് തോന്നുന്നെന്നും ഹീറോയിൻ പറയും. ഇതെല്ലാം കണ്ടിട്ട് സിസ്റ്ററിന് എന്തോ നടക്കാൻ പോവുകയാണെന്ന് തോന്നും. ഒരു ദിവസം ഹീറോയിൻ ഭിത്തിയിൽ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഗ്ലാസ്സിലെ ഡ്രോയിങ് കണ്ടിട്ട് ഇതാരാണെന്ന് സ്ട്രെയിഞ്ചർ ചോദിക്കുന്നത്. ഇതെല്ലാം എൻ്റെ ഫാമിലിയാണെന്ന് ഹീറോയിൻ പറയും. അപ്പോൾ 5ാമത് ഒരാളുണ്ടല്ലോ, അതാരാണെന്ന് ഹീറോയിൻ പറയും, അവൻ എൻ്റെ ജീവനായിരുന്നു. അങ്ങനെ നമ്മുടെ സ്ട്രെയിഞ്ചറിൻ്റെ കാലിലെ മുറിവൊക്കെ പതിയെ ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ ഡെയ്സി വരുത്ത ആനിമൽസിനെ പറ്റി അവൻ്റെ അടുത്ത് പറയും. അപ്പോൾ അവൻ ചോദിക്കും, നിനക്ക് കുതിരയെ അറിയാമോ എന്ന്. കുതിരയോ? അതെങ്ങനെ ഇരിക്കുമെന്ന് ഡെയ്സി ചോദിക്കും. ഉടനെ തന്നെ അവനൊരു തടിയെടുത്തിട്ട് കുതിരയെ വരച്ചിട്ട് പറയും, ഇതിൻ്റെ ഒരു പാവയെ വേണമെങ്കിൽ നീ എനിക്കൊരു കത്തി കൊണ്ടുതരാൻ. ഇത് കേട്ട ഉടനെ ഡെയ്സി അവളുടെ സിസ്റ്റർ അറിയാതെ ഒരു കത്തി എടുത്തുകൊണ്ട് സ്ട്രെയിഞ്ചറിന് കൈ കൊടുക്കും. പിറ്റേ ദിവസം അവൻ ഉണ്ടാക്കിയ കുതിര ഗേബിക്ക് കൊണ്ട് കൊടുക്കും. അതവൻ ഫിറ്റ് ചെയ്യാൻ നോക്കും. പക്ഷെ പറ്റാത്തതുകൊണ്ട് അവൻ പെട്ടെന്ന് വയലൻ്റ് ആയിട്ട് അവിടെ ഉള്ള എല്ലാം അടിച്ച് നശിപ്പിക്കും. അങ്ങനെ ഈ സൗണ്ട് കേട്ടിട്ട് പുറത്തുള്ള എല്ലാവരും അകത്തേക്ക് വന്നിട്ട് ഗേബിയെ കൺട്രോൾ ചെയ്യാൻ നോക്കും. പക്ഷെ അവൻ ഇവരെ പിടിച്ചടിക്കും. ആ ഒരു ടൈമിലാണ് സ്ട്രെയിഞ്ചർ ഡെയ്സിയോട് പറയുന്നത് ലോക്ക് ഓപ്പൺ ചെയ്യാൻ. ചെയ്ത ഉടൻ തന്നെ ഇവൻ ഓടിച്ചെന്ന് ഗേബിയെ കൺട്രോൾ ചെയ്യും. ആ ഒരു ടൈമിൽ തന്നെ എല്ലാവർക്കും പിടികിട്ടും ഗേബി വന്ന് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന്. അന്ന് നൈറ്റ് കണ്ണാടിയുടെ മുന്നിൽ പോയി ഹീറോയിൻ കാണിക്കുന്നതെല്ലാം സ്ട്രെയിഞ്ചറും കാണിച്ച് അവളെ കളിയാക്കിക്കൊണ്ടിരിക്കും. ആ ഒരു ടൈമിൽ സ്ട്രെയിഞ്ചർ പറയും, നിന്നെ കാണുമ്പോൾ ഒരു ഫീലിംഗ് തോന്നുന്നുണ്ടെന്ന്. ഈ ഒരു സീൻ തൊട്ട് ഇവർ ലബ്ബായി തുടങ്ങും. ഒരു ദിവസം സ്ട്രെയിഞ്ചർ ഗാർഡനിൽ കൂടെ പോകുമ്പം സിസ്റ്റർ എന്തോ നോക്കുന്നതായിട്ട് കാണും. ഇവനെ കണ്ട ഉടനെ തന്നെ അവളത് മറച്ചു വെക്കുകയും ചെയ്യും. എന്നാൽ ഇതെന്താണെന്ന് അവൻ ചോദിക്കും. ഇത് ഞങ്ങൾ കുഞ്ഞിലേ തൊട്ട് കളിച്ചുകൊണ്ടിരുന്നതാണ്. ചത്തവൻ്റെ എന്തെങ്കിലും ഒരു വസ്തു എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കുമെന്ന് അവൾ പറയും. അതോടൊപ്പം തന്നെ ലൂക്ക് പോയാൽ പിന്നെ ഇതെല്ലാവരും നിർത്തിയായിരുന്നോ, ഞാൻ മാത്രമേ ഇത് കണ്ടിന്യൂ ചെയ്യുന്നുള്ളെന്ന് അവൾ പറയും. ആ ടൈമിൽ തന്നെ ഇവൾ പെട്ടെന്ന് മൈൻഡ് മാറ്റിയിട്ട് പറയും, എൻ്റെ അടുത്ത് ഈ വക സംസാരമൊന്നും വേണ്ടെന്ന്. ഒരു ദിവസം ഹീറോയിനും സ്ട്രെയിഞ്ചറും മരത്തിൻ്റെ മണ്ടയിൽ കയറി വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു ടൈമിലാണ് അങ്ങോട്ടേക്ക് ഒരുത്തൻ വരുന്നത് കണ്ടിട്ട് ഹീറോയിൻ അവൻ്റെ നേരെ എയിം ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ സ്ട്രെയിഞ്ചർ ഇവളെ കയറി ഒന്ന് ടച്ച് ചെയ്യും. ആ ഒരു ടൈമിൽ തന്നെ ഹീറോയിൻ ഷൂട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് എയിമിൽ തന്നെ കൊള്ളും. അങ്ങനെ ഇതിൻ്റെ എഫക്റ്റ് രണ്ടുപേരും റൂമിൽ പോയി പരിപാടി നടത്തും. അത് നമ്മുടെ സിസ്റ്റർ കാണും. അവൾ കാണുന്നത് സ്ട്രെയിഞ്ചറും കാണും. കുറച്ച് കഴിഞ്ഞ് സ്ട്രെയിഞ്ചർ ചെന്ന് എന്താ മോളെ കണ്ടായിരുന്നതെന്ന് അവളെ കളിയാക്കി ചോദിക്കും. നീ അവളെ കളിപ്പിക്കുന്നത് കുറച്ച് കാലമേ നടക്കത്തുള്ളൂ. ലൂക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം പൊളിയും. അതോടെ നിന്നെ ഈ ഗ്ലാസ് ഹൗസിൽ നിന്ന് പുറത്താക്കുമെന്ന് സിസ്റ്റർ അവനോട് പറയും. അങ്ങനെ സിസ്റ്റർ പോയി കഴിഞ്ഞ് ഇവൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കും. ആ ഒരു ടൈമിലാണ് അവൾ ഒളിപ്പിച്ചു വെച്ച ബോക്സ് ഇവൻ കണ്ടുപിടിക്കുന്നത്. അത് തുറക്കുമ്പോൾ ലൂക്ക് എന്ന പേരിലൊരു പൊതി കാണും. അതിനകത്ത് എൽ സിമ്പലിലുള്ള ഒരു ഡോളറും. പിറ്റേ ദിവസം ഡെയ്സിയോടെ നിൻ്റെ കഴുത്തിലെ ലോക്കറ്റ് ആരെ ഉണ്ടാക്കിയതെന്ന് അവൻ ചോദിക്കും. അമ്മയെ ഉണ്ടാക്കിയതെന്നും അവൾ പറയും. ഇത് നിങ്ങൾ അഴിക്കാറില്ലേ? ഒരുപക്ഷെ നിങ്ങളെ തന്നെ മറന്നു പോയാലോ എന്ന് അവൻ ചോദിക്കും. ഡെയ്സി പറയും, ഞങ്ങളിത് അഴിക്കാറില്ല, പിന്നെ അങ്ങനെയൊന്നും നടക്കാനും പോകുന്നില്ലെന്ന്. ആ ടൈമിൽ ഹീറോയിൻ വന്ന് ഇവനെ പ്രേയറിന് വിളിച്ചുകൊണ്ട് പോകും. ഇവനെ കണ്ട ഉടനെ സിസ്റ്റർ പറയും, പുറത്തുനിന്ന് ആരും വേണ്ട, ഇത് ഫാമിലിക്കുള്ള പ്രേയറാണ്. ഇത് കേട്ട ഉടനെ തന്നെ അവൻ കയ്യിലുള്ള ഡോളർ എടുത്ത് മേശപ്പുറത്തേക്ക് എറിയും. ഇത് എൻ്റെ കയ്യിൽ ഒരുപാട് നാളായിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് എന്തിനാണെന്ന് എനിക്കറിയില്ലെന്ന് സ്ട്രെയിഞ്ചർ പറയും. ഇത് കേട്ട ഉടനെ തന്നെ ഹീറോയിന് ഷോക്കാകും. ഇതൊരിക്കലും ലൂക്കാകാൻ ചാൻസ് ഇല്ല, ഇത് ലൂക്കിൻ്റെ അടുത്തും ഇവൻ മോഷ്ടിച്ചതാണെന്ന് സിസ്റ്റർ പറയും. അങ്ങനെ ഈ കാര്യം പറഞ്ഞ് ഹീറോയിനും സിസ്റ്ററും തമ്മിൽ അവിടെ അടിയാകും. ആക്ച്വലി ലൂക്ക് ഇവരുടെ ഫാമിലിൻ്റെ ഒരു അംഗമാണെന്നും ഹീറോയിൻ്റെ ലവറാണെന്നും മാത്രമേ എല്ലാവർക്കും അറിയൂ. അവൻ്റെ ഫേസ് ആർക്കും ഓർമ്മയില്ല, കാരണം ആ ടോക്സിക് എയർ അടിച്ചിട്ട് എല്ലാം മറന്നിട്ടുണ്ടായിരുന്നു. അന്ന് നൈറ്റ് സിസ്റ്റർ അമ്മയോട് ചോദിക്കും, നിങ്ങൾ ആ സ്ട്രെയിഞ്ചറിനെ വിശ്വസിക്കുന്നുണ്ടോയെന്ന്. പുള്ളിക്കാരി പറയും, അവൻ ഇവിടെ ഉള്ളതുകൊണ്ട് ഹീറോയിൻ നല്ല ഹാപ്പിയാണ്, എല്ലാം നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയാണെന്നും പറയും. അങ്ങനെ അന്ന് നൈറ്റ് ഹീറോയിൻ ഇവന് പരിപാടി നടത്തും. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവൻ്റെ കാല് ഫുള്ള് റിക്കവർ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വാച്ച് ചെയ്യുന്ന ഡ്യൂട്ടി അവൻ നോക്കിക്കോളാമെന്ന് പറയും. പക്ഷേ ഇതിന് അമ്മ സമ്മതിക്കില്ല. അങ്ങനെ കുറേ മാസങ്ങൾക്ക് ശേഷമാണ് അറിയുന്നത് ഹീറോയിൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം. ഇത് അറിഞ്ഞ ഉടനെ അവൾ നല്ല ഹാപ്പിയാകും. ആ ടൈമിലാണ് അമ്മ പറയുന്നത്, നിനക്ക് കുട്ടികളുണ്ടായാൽ ലൂക്ക് ഇവിടുന്ന് പോകണമെന്ന്.
ലൂക്ക് ഇവിടുത്തെ പോകാനോ? അതെന്തിനു പോകണമെന്ന് ഹീറോയിനും ചോദിക്കും. നമുക്കിവിടെ കുറച്ച് ചെടികളേ ഉള്ളൂ, ഒരുപാട് ആളായാൽ ടോക്സിക്കേറുകൾ ഉള്ളി വരും, അതുകൊണ്ട് തന്നെ ലൂക്ക് വേണോ കുട്ടികൾ വേണോ എന്ന് തീരുമാനിച്ചോളാൻ അമ്മ അവളോട് പറയും. ഇത് കേട്ടിട്ട് എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടെ കിടന്ന് ഒച്ചയെടുക്കും. ആ സൗണ്ട് കേട്ടിട്ട് ഗേബി മാസ്ക് ഇല്ലാതെ വൈലൻ്റ് ആയിട്ട് ഇറങ്ങി ഓടും. ഇവനെ പിടിക്കാനായിട്ട് സിസ്റ്റർ പോകുമ്പോഴാണ് സ്ട്രെയിഞ്ചർ മാസ്ക് ഇല്ലാതെ അവനെ പിടിച്ചുകൊണ്ട് അകത്തേക്ക് വരുന്നത്. ഇത് കണ്ട ഉടനെ സിസ്റ്റർ നീ എന്താ മാസ്ക് വെക്കാത്തതെന്ന് ചോദിച്ച് അവനോട് ചൂടാകും. അവൻ സിമ്പിളായിട്ട് എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയും. ആ ടൈമിൽ സിസ്റ്റർ എല്ലാത്തിനും കാരണം നീയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഹീറോയിനും സ്ട്രെയിഞ്ചറും വാച്ചിങ് ഡ്യൂട്ടിയിൽ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. ആ ടൈമിൽ ഹീറോയിൻ അവനോട് അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയും. അതോടൊപ്പം തന്നെ നീ പോയാൽ ഞാനും കൂടെ വരുമെന്ന് പറയും. ഇത് കേട്ട ഉടനെ സ്ട്രെയിഞ്ചർ എല്ലാം ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കും. പിറ്റേ ദിവസം സ്ട്രെയിഞ്ചറും ഗേബിയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഗേബിയെ കളിയാക്കും. ഇത് കേട്ടിട്ട് കലിപ്പായി ഗേബി അവിടെ ഇരുന്നൊരു തടിക്കഷ്ണം എടുത്ത് ഇവനെ അടിക്കും. എന്നാലോ അതുപോയി മാറി അവിടെയുള്ള ഗ്ലാസ് എന്നിട്ട് കൊണ്ടുപോകും. ഇത് കേട്ടിട്ട് എന്താണ് സംഭവം എന്ന് ചോദിച്ച് അമ്മ അങ്ങോട്ടേക്ക് വരും. ആ ടൈമിൽ ഗേബി അറിയാതെ ചെയ്തതാണെന്ന് പറഞ്ഞ് അവൻ ഗേബിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. ഇത് കേട്ടിട്ട് അമ്മ ഗേബിയോട് ചോദിക്കുമ്പോൾ അവനും എസ് പറയും. അന്ന് നേരിട്ട് അമ്മയോട് ഗേബിയുടെ മൈൻഡ് വന്ന് വളരെ മോശമാകുവാണെന്ന് സ്ട്രെയിഞ്ചർ പറയും. ഓരോ പ്രാവശ്യവും മൈൻഡ് പോകുമ്പോൾ നീ വന്ന് രക്ഷിക്കുന്നുണ്ടല്ലോ, അതിന് നന്ദിയുണ്ടെന്ന് അമ്മയും പറയും. പക്ഷേ പുള്ളിക്കാരത്തിക്ക് ഇവനിലൊരു ഡൗട്ട് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ അവൻ പറയും ഗേബി ഇവിടെ ഉള്ളത് സേഫ് അല്ലെന്ന്. ഗേബി ഇവിടെ തന്നെ കാണും, പക്ഷേ നീയാണ് പുറത്തു പോകുന്നതെന്ന് അമ്മ പറയും. അന്ന് രാത്രി എന്നത്തെയും പോലെ ഗേബിക്ക് കഥ പറഞ്ഞു കൊടുത്തിട്ട് കയ്യും കെട്ടിയിട്ടിട്ട് പുള്ളിക്കാരി പുറത്തേക്ക് വരും. ആ ഒരു ടൈമിൽ സ്ട്രെയിഞ്ചർ പുള്ളിക്കാരത്തിൻ്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലും. ഓരഞ്ഞിട്ടോ കല്ലെടുത്ത് തലച്ചടിച്ച് ബ്ലഡ് വരുത്തിയിട്ട് ഗേബിയുടെ കെട്ടുമഴിച്ച് വിടും. അതായത് ഗേബിയാ കൊന്നതെന്ന് സെറ്റ് ചെയ്ത് വെക്കും. ഗേബി എഴുന്നേറ്റ് വന്ന് അമ്മയെ കണ്ട ഉടനെ കരയും. ആ ഒരു ടൈമിൽ സ്ട്രെയിഞ്ചർ ബാക്കിലിരുന്നിട്ട് ചോദിക്കും ഡേ എന്താടാ ഈ കാണിച്ചതെന്ന്. ഇത് കണ്ടിട്ട് ഗേബി വീണ്ടും വയലൻ്റ് ആയിട്ട് അവനെ അടിക്കും. ആ ഒരു ടൈമിലാണ് ഉള്ളിലേക്ക് വരുന്ന സിസ്റ്ററും ഹീറോയിനും ഇത് കണ്ടിട്ട് ഷോക്കാകുന്നത്. പോരാഞ്ഞിട്ട് ഇത് ഗേബിയാ ചെയ്തതെന്നോർത്ത് അവനെ പിടിച്ച് കെട്ടിയിടുകയും ചെയ്യും. അത് കഴിഞ്ഞ് അകത്തേക്ക് വന്ന സ്ട്രെയിഞ്ചർ വിൻഡോ ഓപ്പൺ ചെയ്ത് ടോക്സിക് എയർ ഉള്ളിലേക്ക് വരുന്ന രീതി സെറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് അവൻ പറയും ഞാനൊരു കഥ പറയട്ടെ, എനിക്കൊരു ഫാമിലി ഉണ്ടായിരുന്നു, പക്ഷെ അവരെല്ലാം ആ ടോക്സിക് എയർ കാരണം മെമ്മറി ലോസായ ഒരു ആനിമലിനെ പോലെ നടന്നു. കൂടാതെ അവരെല്ലാം എൻ്റെ മുന്നിൽ വെച്ച് മരിച്ചു വീഴുകയും ചെയ്തു. പക്ഷേ എനിക്ക് മാത്രം ആ എയർ കൊണ്ട് ഒന്നും പറ്റിയില്ലായിരുന്നു. അതോടൊപ്പം തന്നെ നീ ഒരു ഭാഗ്യവാനാണ്, കാരണം ഇടയ്ക്കിടയ്ക്ക് മെമ്മറി ലോസ് ആകുന്നത് ഒരു ഗിഫ്റ്റാണെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. ആ ടൈമിൽ തന്നെ അമ്മയെപ്പറ്റി ഓർത്ത് സെഡായിട്ടിരിക്കുമ്പോഴാണ് സിസ്റ്ററിൻ്റെ ബോക്സ് ഹീറോയിൻ കാണുന്നത്. അതിനകത്ത് ലൂക്ക എന്ന പേരുള്ളൊരു ബാഗ് ഓപ്പൺ ചെയ്യുമ്പം 2 ബാറ്ററി ഇരിക്കുന്നത് കാണും. ഈ ടൈമിൽ തന്നെ ഹീറോയിൻ എല്ലാം ഓർമ്മ വരും. ആക്ച്വലി ഹീറോയിൻ ഒരു ദിവസം മാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഒരാൾ വരും. ഹീറോയിൻ 3 ടൈംസ് ടോർച്ച് അടിച്ച് കാണിക്കും. പക്ഷേ അവൻ്റെ അടുത്തുനിന്ന് സിഗ്നലൊന്നും വരാത്തതുകൊണ്ട് ഹീറോയിൻ അവനെ കയറി ഷൂട്ട് ചെയ്യും. അവിടെ നിന്ന് അവൻ്റെ അടുത്ത് വന്ന് ചെക്ക് ചെയ്യുമ്പോഴാണ് കാണുന്നത് അവൻ്റെ കയ്യിൽ ഒരു ടോർച്ച് ഉണ്ടായിരുന്നു, പക്ഷേ അത് വർക്കല്ല. അതുപോലെ തന്നെ കഴുത്തിലേക്ക് നോക്കുമ്പോൾ എൽ സിമ്പലിലുള്ളൊരു ഡോളറും ഉണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഇവളെ ലൂക്കാണെന്ന് അറിയാതെയാണല്ലോ കൊന്നതെന്നോർത്ത് വിഷമത്തിൽ മാസ്ക് ഊരിയിട്ട് ഒരുപാട് കരയും. അതിനുശേഷം അവനെ കൊണ്ട് കുഴിച്ചിടുകയും ചെയ്യും. അന്ന് ഇവള് മാസ്ക് ഊരിയിട്ട് കരഞ്ഞത് കൊണ്ട് തന്നെ മെമ്മറി ലോസായിട്ട് ലൂക്കിനെ കൊന്ന കാര്യങ്ങളെല്ലാം മറക്കും. അതിനുശേഷം അവൾക്കത് ഇന്നാണ് ഓർമ്മ വരുന്നത്. ഹീറോയിൻ സിസ്റ്ററിനോട് ചോദിക്കും ഇതെല്ലാം നിനക്കറിയാമായിരുന്നോ, പിന്നെന്തിനാ മറച്ചു വെച്ചതെന്ന്. ഞാൻ നിന്നെ സേഫാക്കാൻ മറച്ചു വെച്ചതാണെന്നും സിസ്റ്റർ പറയും. ഇതെല്ലാം എനിക്ക് മറക്കണം, ലൂക്ക് മരിച്ചത് ഞാൻ ഓർക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടുന്ന് ഓടാൻ നേരമാണ് സിസ്റ്റർ വിടാതെ അവളുടെ കൈ കയറി പിടിക്കുന്നത്. ആ ടൈമിൽ അങ്ങോട്ടേക്ക് വന്ന സ്ട്രെയിഞ്ചർ അവളെ വിടാൻ പറഞ്ഞ് സിസ്റ്ററിൻ്റെ കൈ വെടിയിപ്പിക്കും. അപ്പം തന്നെയാണ് ഡെയ്സി വന്നിട്ട് ഗേബിക്ക് ഫീവർ ആണെന്ന് പറയുകയും എല്ലാവരും അങ്ങോട്ട് പോവുകയും ചെയ്യുന്നത്. ആ ടൈമിലാണ് പുറത്തേക്കെല്ലാം പോയിട്ട് ഹീറോയിൻ ഇവരുടെ അടുത്തേക്ക് വരുന്നത്. ഇവൾക്കിപ്പോൾ ഒന്നും ഓർമ്മയില്ലാത്ത അവസ്ഥയിലേക്ക് പോയി. പറഞ്ഞു വന്നാൽ സ്ട്രെയിഞ്ചറെ ലൈൻ അടിച്ച കാര്യം പോലും ഇവൾക്ക് ഓർമ്മയില്ല. ഇവളിങ്ങോട്ടേക്ക് വന്ന് ഡെയ്സിയും വിളിച്ചുകൊണ്ട് പോകും. ഇത് കണ്ടിട്ട് സിസ്റ്ററിനൊന്നും മനസ്സിലാകത്തില്ല. ആർക്കും ഓർമ്മയില്ല, എനിക്ക് മാത്രമേ ഉള്ളൂ, ആരെങ്കിലും ഈ ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ എന്ന് അവൾ പറയും. കൊണ്ടുപോകണം, നീ തന്നെയാണ് കൊണ്ടുപോകേണ്ടത്, അവസാനം വരെ കൂടെ ഞാനും കാണുമെന്ന് സ്ട്രെയിഞ്ചർ പറയും. എങ്കിൽ നടന്നതൊന്നും പുറത്ത് പറയില്ലെന്നും സിസ്റ്റർ പറയും. അങ്ങനെ ഈ ഒരു ടൈം കൊണ്ട് ഇവർ തമ്മിൽ സെറ്റാകും. അതിനുശേഷം ഇവർ അമ്മയുടെ ബോഡി വെച്ച് ഫാമിലിയോടെ പ്രേ ചെയ്യും. ഹീറോയിൻ്റെയും ഗേബിയുടെയും ഓർമ്മ പോയി. അതോടൊപ്പം തന്നെ ഡെയ്സിയുടെ മെമ്മറി ലോസാക്കി. ഇപ്പം ഹീറോയിൻ്റെ മകളാണ് ഡെയ്സി എന്നാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. ഇപ്പം നടന്നതെല്ലാം സ്ട്രെയിഞ്ചറിനും സിസ്റ്ററിനും മാത്രമേ ഓർമ്മയുള്ളൂ. ആക്ച്വലി സ്ട്രെയിഞ്ചർ അവസാനം വരെ ഒരു ഫാമിലിയോട് ഇരിക്കണമെന്നാണ് ആഗ്രഹിച്ചത്. അങ്ങനെ അവസാനം അവൻ്റെ ആഗ്രഹവും നടന്നു.
ഈ ഒരു സീനോട് കൂടിയാണ് ഈ മൂവി ഇവിടെ തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.